ഹായ്, വെൽക്കം ടു മൈ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 മോഡൽ കമ്മലാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന്. അത് വളരെ സിമ്പിളാണ് കേട്ടോ. എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന മോഡലാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഫസ്റ്റ് മോഡലിൻ്റെ ഫോട്ടോ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. അതിന് ഞാൻ ഈ ടൈപ്പ് ബീഡ്സാണ് എടുക്കുന്നത്. ഈ ടൈപ്പ് 2 ബോക്സ് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അത് എബ്രോഡിൽ നിന്ന് കൊടുത്തു വിട്ടതാണ് അച്ഛൻ. നല്ല ക്വാളിറ്റി ബീഡ്സാണ്, നമുക്ക് ഇവിടെയും കിട്ടും കേട്ടോ അങ്ങനത്തെ. പിന്നെ ഇതാ ഹെഡ് പിന്ന് വേണം, സൈഡ് റിങ് വേണം. ഇത് ബെൻഡ് ട്യൂബാണ്. ഈ മോഡൽ ടൈപ്പ് ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇയർ ഹൂക്കാണ് നമ്മുടെ കമ്മലിൻ്റെ. ഇനി നമ്മൾ ഹെഡ് പിൻ എടുത്തിട്ട് ഇതിലൊരു ഗ്ലാസ് ബീഡാണ് ഞാൻ എടുക്കുന്നത്. ഗ്ലാസ് ബീഡ് ഒരു 4 എണ്ണം ഇട്ടിട്ട് നമുക്കതിനെ ഒന്ന് ലോക്ക് ചെയ്തെടുക്കണം. അത് 4 എണ്ണം കോർത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ തുമ്പൊന്ന് വളച്ച് ഒരു കൊളുത്ത് പോലെ ആക്കിയെടുക്കണം. റൈറ്റിലോട്ടൊന്ന് വളച്ചതിന് ശേഷം തിരിച്ച് നമ്മൾ ലെഫ്റ്റിലോട്ട് വളച്ചെടുക്കുക. ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോസിലൊക്കെ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ ബിഗിനേഴ്സിന് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്. നല്ല ഷേപ്പിലൊന്ന് വളച്ചെടുക്കാം. അതൊരു 2-3 തവണ നമ്മളങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് ആ ഒരു പെർഫെക്ഷൻ കിട്ടും. ഇതുപോലെ കിട്ടും നമുക്ക്. ഇങ്ങനത്തെ നമുക്ക് രണ്ട് ടൈപ്പ് ഗ്ലാസ് ബീഡും പിന്നെ ഞാൻ വേറൊരു ലൈറ്റ് കളറ് ഒരു ബീഡ് എടുത്തിട്ട് അതും ഇതുപോലെ തന്നെ 4 എണ്ണം ഇട്ട് ഇതേപോലെ ലോക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഡബിൾ കളറാണ് എടുക്കുന്നത്. ഒന്ന് ഗ്ലാസ് ബീഡും ഒന്ന് ഈ കളറ് ബീഡും. അങ്ങനെ ഇതിൻ്റെ ഗ്ലാസ് ബീഡിൻ്റെ 2 എണ്ണവും കളർ ബീഡിൻ്റെ 2 എണ്ണം, അങ്ങനെ 4 ബീഡാണ് നമ്മളൊരു കമ്മലിന് വേണ്ടി കോർത്തെടുക്കുന്നത്. ഈ രീതിയിൽ നമുക്കത് ചെയ്തെടുക്കാം. പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ വീഡിയോസ് എല്ലാം കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. അങ്ങനെ നമ്മുടെ ഇതിൻ്റെ ബീഡ് കോർക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഹെഡ് പിന്നിൽ ഇങ്ങനെ 2 സെറ്റ് ബീഡ് 3 എണ്ണം വെച്ച് 2 സെറ്റായിട്ടാണ് നമ്മൾ കോർത്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അത് വീണ്ടും ഒരു ഹെഡ് പിന്നിലൂടെ തന്നെ കോർത്തെടുക്കണം. നമ്മൾ ഇടകലർത്തിയിട്ടാണ് ചെയ്യുന്നത്. ഗ്ലാസ് ബീഡ്, കളർ ബീഡ്, ഗ്ലാസ് ബീഡ്, ആ രീതിയിൽ അങ്ങനെ ഇങ്ങനെ 4 എണ്ണം ഒരു കമ്മലിന് വേണ്ടി ഒരു ഹെഡ് പിന്നിലൂടെ 4 എണ്ണം നമ്മൾ കോർത്ത് വെച്ച 4 എണ്ണം അതിലൂടെ കോർത്തെടുക്കുക. അതിനുശേഷം അതിൻ്റെ തുമ്പ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു കുടുക്കാക്കി എടുക്കുക. കട്ട് ചെയ്ത് നീളം കൂടുതലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് പ്ലെയർ വെച്ച് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്കതൊന്ന് കൊളുത്ത് പോലെ ഒരു ഹുക്ക് പോലെ ചെയ്തെടുക്കണം. കുറച്ച് ബാലൻസ് നീളം തോന്നി, അപ്പോൾ അതുകൊണ്ട് അത് കട്ട് ചെയ്തിട്ട് അതൊന്ന് കൊളുത്ത് പോലെ എടുക്കുകയാണ്. ഹെഡ് പിന്ന് കുറച്ച് നീളമുള്ള ടൈപ്പാണ് കേട്ടോ. പല ടൈപ്പ് സൈസ് വരുന്നുണ്ട്. ഇതിനും കുറച്ച് നീളം കുറഞ്ഞത് വരുന്നുണ്ട്. പക്ഷെ അത് നമുക്കിതിൽ കോർത്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് കുറച്ച് നീളമുള്ള വലിപ്പമുള്ള ടൈപ്പാണ്, ലെങ്ത്ത് കൂടിയ ടൈപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഒന്ന് നമ്മളിതുപോലെ കൊളുത്താക്കി എടുക്കുക. അത് ഇത്തിരി ഒരു പണിയാണ്. കാരണം അതെന്ന് വെച്ചാൽ ആ ബീഡുകൾ അതിൽ കോർത്ത് കിടക്കണതന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോവും. അപ്പോൾ അത് നന്നായിട്ട് ഹെഡ് പിന്നൊന്ന് മുറുക്കി പിടിച്ചതിന് ശേഷം നമുക്കത് കൊളുത്ത് പോലെ ആക്കിയെടുക്കാം. ഇതിന് ശേഷം നമ്മുടെ അടിഭാഗവും നമ്മൾ ഇതുപോലെ തന്നെ ഹെഡ് പിന്നിൽ കോർത്തെടുക്കണം. 2 സൈഡും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം കേട്ടോ. ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അടിഭാഗം ഒന്ന് ഹെഡ് പിന്ന് കൂടെ കോർത്തിട്ട് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. വീണ്ടും നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ആ കൂടുതലുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റി നമുക്കവിടെ ഒരു കൊളുത്ത് പോലെ അതിനൊന്ന് ലോക്ക് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ ഇയർ ഹുക്ക് എടുത്തിട്ട് അതിൻ്റെ ആ ഒരു സൈഡ് ഭാഗം ഒന്ന് അകത്തിയതിന് ശേഷം ഇതിൻ്റെ ഒരു കോൺ ഭാഗം ഒരു ത്രികോണ ഷേപ്പിലാണ് ഞാൻ ഇതെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് ഭാഗം ഒന്ന് അതിൻ്റെ ഉള്ളിലൂടെ കടത്തിയതിന് ശേഷം നമുക്കത് പ്രസ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഹെഡ് പിന്നിൻ്റെ ഒരു കോണ് 2 സൈഡിൽ നമ്മൾ കോർത്തെടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൻ്റെ ഒരു ഭാഗത്തിലൂടെ നമ്മുടെ ഇയർ ഹൂക്ക് അതിൽ കൂടെ കടത്തിയതിന് ശേഷം പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കമ്മൽ ഇവിടെ റെഡിയായി. ഇനി നമുക്ക് അടുത്ത മോഡൽ കമ്മലും ചെയ്യാം. അതിനായിട്ട് ഞാൻ ഈ ടൈപ്പ് ബീഡാണ് എടുക്കുന്നത്. ഇതും ഒരു ഗ്ലാസ് ബീഡാണ്, പക്ഷേ അതിന് ഷേപ്പിന് ചെറിയ വ്യത്യാസമുണ്ട്. പിന്നെ ഞാനൊരു കളർ ബീഡ്സും കുറച്ച് ഗ്ലേസിങ് കൂടിയ കളർ ബീഡ്സാണ്. അത് 2 ചെറിയ ബീഡ് കോർത്തതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലായിട്ട് ഈ ടൈപ്പ് കുറച്ച് വലിയ ടൈപ്പ് ഗ്ലാസ് ബീഡാണ് കോർത്തെടുക്കുന്നത്. വീണ്ടും 2 ചെറിയ ബീഡ് ആ രീതിയിലാണ് കോർത്തെടുക്കുന്നത്.
ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാം നമുക്ക് കേട്ടോ, ഈസിയാണ്. ഒരു 5 മിനിറ്റ് ഒന്നും വേണ്ട. അപ്പോൾ 2 കമ്മലാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ തുമ്പ് ഇതുപോലെ കുറച്ച് നീളം കൂടിയ ഭാഗം കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ആ ഒരു ഹൂപ്പ് ഉണ്ടാക്കിയെടുത്തുല്ലോ, അതുപോലെ തന്നെ വളച്ച് നമുക്ക് ഒരു കൊളുത്ത് പോലെ അവിടെ ചെയ്തെടുക്കണം. ഇതുപോലെ ചെയ്തെടുത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിനെ ഒന്ന് വളച്ച് ഒരു റാ മോഡൽ ഒന്ന് ആക്കി വെക്കണം കേട്ടോ. ഈ ഹെഡ് പിന്നിനെ ഒന്ന് റാ പോലെ ഒന്ന് വളച്ചു കൊടുക്കുക. ഇതുപോലെ ഒന്ന് വളച്ചു കൊടുക്കുക. അതിന് ശേഷം നമ്മൾ അടുത്ത ഹെഡ് പിൻ എടുത്തിട്ട് ഇതാണ് ബെൻഡ് ട്യൂബ് എന്ന് ഞാൻ പറഞ്ഞല്ലോ, ആ ബെൻഡ് ട്യൂബിൻ്റെ ഉള്ളിലൂടെ നമ്മുടെ ഹെഡ് പിന്നൊന്ന് കയറ്റി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വളഞ്ഞിരിക്കണ കാരണം അതൊന്ന് കയറാൻ എത്തിയിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അപ്പോൾ അതങ്ങനെ കയറിപ്പോക്കോളും. അതിന് ശേഷം ഇതിൻ്റെ ബാലൻസ് വരുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. അതിനുശേഷം നമുക്കവിടെ ഒരു കൊളുത്ത് പോലെ, അത് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഒന്ന് വളച്ച് ആ ഒരു കൊളുത്ത് മോഡലാക്കി എടുക്കണം. നല്ല മഴയാണ് കേട്ടോ, നിങ്ങൾക്ക് അവിടെ നല്ല മഴ ഉണ്ടാവില്ലേ? ഇവിടെ ഞങ്ങൾക്ക് തൃശ്ശൂരൊക്കെ സ്കൂളുകളൊക്കെ അവധിയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് വീഡിയോയുടെ ഇതിൻ്റെ സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവാം. നല്ല മഴയാണ് പുറത്ത്. അപ്പോൾ കുട്ടികളൊന്നും പോയിട്ടില്ല എന്ന് മുടക്കായ കാരണം, അതിൻ്റെ ഇടയിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അതവിടെ ഒരു കൊളുത്ത് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ 2 എണ്ണം ബെൻഡ് ട്യൂബ് 2 എണ്ണം ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ ബെൻഡ് ട്യൂബിനെ ഇതിൻ്റെ 2 സൈഡിലൂടെയും കോർത്തെടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ, വലിയ പണിയൊന്നുമില്ല അതിന്. 2 സൈഡും. അപ്പോൾ നമ്മളൊരു സൈഡ് ഇതിൻ്റെ ബെൻഡ് ട്യൂബിൻ്റെ ഒരു സൈഡിൽ നമ്മുടെ ഹെഡ് പിന്നിൻ്റെ ആ ഒരു ഹോൾ ഉണ്ടല്ലോ, അതൊന്ന് അകത്തിയതിന് ശേഷം നമുക്കിത് ഈ ബീഡി കോർത്തതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് കടത്തി പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഏത് രീതിയിലായിരിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ രീതിയിലേക്ക് വരുന്ന രീതിയിൽ കേട്ടോ. അതായത് കണ്ടോ, ഇതിപ്പോൾ ഉള്ളിലേക്ക് വളഞ്ഞിരിക്കുക അല്ലെങ്കിൽ പുറത്തേക്ക് വളഞ്ഞിരിക്കുക, ആ മോഡൽ ചെയ്തെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ കോർത്തിട്ട് നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഹെഡ് പിന്നൊക്കെ ആയ കാരണം നമുക്ക് എങ്ങനെ വേണമെങ്കിലും വളച്ച് വയ്ക്കാം, അത് പറ്റും. കമ്പിയാണല്ലോ അത്, അപ്പോൾ അത് കാരണം നമുക്ക് വളച്ച് വയ്ക്കാൻ പറ്റും. ഇതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും ഈ രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ആ സൈഡ് ഇതുപോലെ തന്നെ ഒന്നകത്തിയതിന് ശേഷം അതിലൂടെ കോർത്ത് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി സൈഡ് റിങ് എടുത്തിട്ട് നമ്മൾ അതിലൊന്ന് കോർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സൈഡ് റിങ്ങിൻ്റെ ഉള്ളിലൂടെ നമ്മുടെ ആ ഹെഡ് പിന്നിൻ്റെ 2 തുമ്പുണ്ടല്ലോ, നമ്മൾ ബെൻഡ് ട്യൂബ് കോർത്ത ഹെഡ് പിന്നിൻ്റെ 2 തുമ്പും ആ സൈഡ് റിങ്ങിലൂടെ കോർത്ത് നമ്മുടെ ഇയർ ഹുക്ക് അതിലൂടെ കോർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ കമ്മലിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. ഇതുപോലെ എടുത്തിട്ട് ഒന്ന് 2ഉം കോർത്തെടുക്കുക. ഇയർ ഹൂക്ക് അതിലൂടെ ഇട്ടിട്ട് നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. അതവിടെ 2 കമ്മലും അപ്പോൾ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ അതാ കംപ്ലീറ്റ് ആയിട്ടുണ്ട് വർക്ക് കമ്മലിൻ്റെ. അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് നോക്കാം 2 കമ്മലും വെച്ചിട്ട്. അപ്പോൾ എല്ലാവർക്കും ഈ 2 കമ്മലും ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതുപോലെയുള്ള മോഡൽ കമ്മലുകളൊക്കെ ആയിട്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.